ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിലെ 4ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സഭയിലെ പാപമെന്നാണ് ഈ പാഠത്തിൻ്റെ തലവാചകം. ഈ പാഠപഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതകൾ വാസം ചെയ്യുന്ന സ്നേഹവാനും കാരുണ്യവാനുമായ പ്രിയ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന പാഠത്തിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഒന്നും കണക്കിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളും പാഠം പഠിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിനും ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് ഒരുങ്ങേണ്ടതിനും ദൈവസന്നിധിയിൽ വിശുദ്ധമായി നിൽക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഈ പാഠത്തെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവത്തിന് വേണ്ടി അവസാനം ഒരു വിശുദ്ധ ജനതയെ ഒരുങ്ങുന്ന ജനത എന്ന നിലയിൽ ഞങ്ങളും വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും സഭയെ മുഴുവനായിട്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം സ്നേഹമുള്ള പ്രിയ പിതാവേ, ആമീൻ. സഭയിലെ പാപമെന്നാണ് ഇന്നത്തെ പാഠത്തിൻ്റെ തലവാചകം. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19ഉം 20ഉം വാക്യമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവരായ ആകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്നാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം. നമ്മുടെ തലച്ചോറുകൾ സ്പോഞ്ചുകൾ പോലെയാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെക്കാട്ടിയും നമ്മൾ വിസിബിളായി കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധിവരെ നമ്മളെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതികളുള്ള തെറ്റുകളെല്ലാം തന്നെ നമ്മളും നമ്മളിലേക്കും കടന്നു വരുന്നത് എന്ന് കൂടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ഭാഗത്ത് മുഴുവനായിട്ട്, ഈ ആഴ്ചത്തെ ഭാഗത്ത് മുഴുവനായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശരീരത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും അതിനോട് എന്ത് മനോഭാവമാണ് പുലർത്തേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കുന്നു. കൊരിന്ത്യ സഭയിലും ഇതുപോലൊരു പ്രശ്നം പൗലോസ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്തു. അപ്പോൾ അവസാനമായി ദൈവത്തിൻ്റെ ജനതയെ ഒരുങ്ങുന്ന നമുക്ക് ഇതെങ്ങനെ ആയിരിക്കണം ഈ സഭയിലുള്ള ഇത്തരം പാപങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഈ ആഴ്ച മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ മുഴുവനായിട്ട് പൊതുവായിട്ട് പഠിക്കുന്നത്. അതായത് ലൈംഗിക അധാർമികത, കോടതി വ്യവഹാരം, വേശ്യാവൃത്തി, വിവാഹം, ഏകാകിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ലോകത്തിൻ്റെ നിലവാരം വ്യാപകമായി സഭയെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഇത്തരം പാപങ്ങൾ സഭയിൽ കടന്നുകൂടുകയും അത് പാപമാണ് എന്നുകൂടെ മനസ്സിലാക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനെതിരെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ആഴ്ചത്തെ ഭാഗത്തോടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം വിശ്വാസത്തിനും ആചാരത്തിനും ഇടയിലുള്ള വൈരുദ്ധ്യം. വിശ്വാസത്തിനും ആചാരത്തിനും ഇടയിലുള്ള വൈരുദ്ധ്യമാണ്, അല്ലേ? അപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 13 വരെ 13 വാക്യങ്ങൾ
വാക്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ ഞായറാഴ്ചത്തെ ഭാഗം നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്നാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താ? നിങ്ങളുടെ ഇടയിൽ, ഇത് കൊരിന്ത്യർ സഭയ്ക്കുള്ളിലെ കാര്യമാണ് സംസാരിക്കുന്നത്. കൊരിന്ത്യർ സഭയ്ക്കുള്ളിൽ എന്തോ ഒരു ദുർനടപ്പ് ഉണ്ടെന്ന് കേട്ടു. അതെന്താണ്? അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ഒരു ദുർനടപ്പ് എന്ന് കാണുന്നു. അതായത് ആ അപ്പൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ അമ്മയാണ്. അപ്പോൾ പ്രസവിക്കാത്ത അമ്മയാണെങ്കിലും സ്ഥാനം കൊണ്ട് അമ്മയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്താണ്? അമ്മയുടെ ബഹുമാനം നൽകേണ്ടതാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ഥാനം കൊണ്ടും എന്താണ്? നമ്മൾ ആ ബഹുമാനം നൽകിയും ദൈവത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും പാപം ചെയ്യാതിരിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ അധ്യായം തുടർന്ന് നോക്കുമ്പോൾ എന്താണ്? 6-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? അതായത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടും കൊരിന്ത്യ സഭയിലുള്ള ആരും തന്നെ ആ വ്യക്തിക്കെതിരെ യാതൊരു തരത്തിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പൗലോസ് പ്രതികരിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? അതായത് ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ യാതൊരു നടപടിയും സ്വീകരിക്കാതെ കൂട്ടുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ആ തെറ്റ് ആ വ്യക്തി ഒരിക്കലും തിരുത്തപ്പെടുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ മറ്റുള്ളവർക്കും എന്താണ് വളരെ ലീനിയൻ്റായിട്ട് കണ്ടുകൊണ്ട് ഇതൊരു കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് ഈ തെറ്റുകൾ ആവർത്തിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുകൂടെ നമ്മൾ ശരിക്കും ഇവിടെ നോക്കുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം തെറ്റുകളോടുള്ള മനോഭാവം കൊരിന്ത്യ സഭ പുലർത്തിയ മനോഭാവത്തിലും എന്താണ് ഒരു പൗലോസ് അപ്പോസ്തലൻ അത്ഭുതം പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ശരിക്കും നോക്കുമ്പോഴത്തേക്ക് 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. 10-ാം വാക്യത്തോട്ട് നോക്കുമ്പോൾ, അത് ലോകത്തിൻ്റെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചു പറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചു പറിക്കാരനോ ആകുന്നുമെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. 13-ാം വാക്യം കൊടുത്തിരിക്കുന്നത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവൻ എന്നാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്താണ്? സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, അതായത് നമ്മളെപ്പോലെ പിതാവായും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ മൂല്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ആ ഇത് പാപമാണെന്നും അറിഞ്ഞിട്ടും ലംഘിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോടത്തായിരിക്കണം നമ്മൾ ഇത്തരത്തിലൊരു നിലപാട് പുലർത്തേണ്ടതെന്ന് കാണുന്നുണ്ട്. അവരോട് സംസർഗം പാടില്ല, അവരെ പുറത്താക്കണം, അവരോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക കൂടെ പാടില്ല എന്ന് കാണുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. വാസ്തവത്തിൽ വ്യഭിചാരിയായ മനുഷ്യനോടുള്ള സഭയുടെ അനുകൂല മനോഭാവത്തിന് ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യ സഭയോട് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ലൈംഗിക അപവാദത്തിൽ അഭിമാനിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നതിൽ പോലും പൗലോസ് അപ്പോസ്തലൻ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതാണ് 6-ാമത്തെ വാക്യം പറഞ്ഞത്, നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുന്നവരോട് യാതൊരു നിലപാടും പുലർത്താതിരിക്കുന്നത് എന്താണ്? വളരെ തെറ്റായ കാര്യം. ഇത് എല്ലാവരെയും തന്നെ എന്താണ്? സഭയിലുള്ള മറ്റുള്ളവരെ ഇത് ബാധിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കണമെന്ന് ഇന്നത്തെ ഞായറാഴ്ച ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടുത്തെ ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, സ്നേഹത്തിൻ്റെയും സ്വീകാര്യതയുടെയും പേരിൽ ഒരു സഭ എന്ന നിലയിൽ നമുക്ക് സഹിക്കുവാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് തിരുവെഴുത്തുകൾ വ്യക്തമായി കുറ്റം വിധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാ ദുർനടപ്പുകളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അത്യാഗ്രഹികൾ, ലോകത്തിൻ്റെ സഹോദരനായ പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ എങ്കിൽ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്താണ് അവരോടുള്ള നമ്മുടെ മനോഭാവം, സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങൾ തിരുവെഴുത്തുകൾ വ്യക്തമായി കുറ്റം വിധിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതെന്താണ്? ദൈവത്തിൻ്റെ മൂല്യം നിലനിർത്താൻ ആഗ്രഹിക്കാത്ത, അല്ലെ,
സ്നേഹത്തിൻ്റെയും സ്വീകാര്യതയുടെയും പേരിൽ ദൈവം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുടെ ലംഘനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? തിരുവെഴുത്തുകൾ കുറ്റം വിധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ലംഘനങ്ങൾ, അതായത് സ്വർഗരാജ്യത്തിൽ സ്ഥാപിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പൗരനാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളിൽ ചെയ്യാൻ പാടില്ല. അതെന്താണ്? ദൈവത്തിനെതിരായുള്ള അനുസരണക്കേടാണ് എന്നുകൂടെ എന്താണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയ്ക്ക് ബോധിപ്പിച്ചു. അപ്പം ഇന്നത്തെ അവസാന കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന സഭയിലും നമ്മളും എന്താണ് ഈ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളെല്ലാം സ്വീകരിക്കേണ്ടതാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം അപവാദങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപവാദങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് തിങ്കളാഴ്ചത്തിൻ്റെ തലവാചകം. നാം തിരുവെഴുത്തുകൾ വിശ്വസ്തരായിരിക്കുകയും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ അപവാദങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? തിരുവെഴുത്തുകൾ നമ്മൾ തന്നെ വിശ്വസ്തരായിരിക്കണം. രണ്ടാമതാണ് പ്രാർത്ഥനയോടും സ്നേഹത്തോടു കൂടെയും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ വ്യക്തി പൂർണ്ണമായി സാത്താൻ അടിമയായി നശിച്ചു പോകുക എന്നല്ല, പകരം നമ്മുടെ ലക്ഷ്യം പുനഃസ്ഥാപനമാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത് എന്നുകൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ യഥാർത്ഥത്തിൽ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലൂടെ നമ്മെ മനസ്സിലാക്കുന്നത്. ലോക അപവാദങ്ങൾക്ക് സഭാശിക്ഷണം ലൈംഗിക അപവാദങ്ങൾക്ക് സഭാശിക്ഷണം ആവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ വായിച്ചതുപോലെ വ്യഭിചാരിയായ ഒരു പുരുഷനെ നീക്കം ചെയ്യണം. അതുപോലെ അവൻ എന്താണ്? ന്യായം വിധിക്കണം. അവനെ സാത്താൻ ഏൽപ്പിക്കണം. അവനെ നീക്കിക്കളയണം. അവനോട് സംസർഗമരുത്. ഇങ്ങനെയൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് ആധുനിക കർണങ്ങൾക്ക് വളരെ അരോചകമായി തോന്നാവുന്ന ശക്തമായ ഭാഷയാണ് എന്നുകൂടെ പറയുന്നു. കാരണം എന്താണ്? ഇന്നത്തെ ലോകത്തിൽ നോക്കിയാൽ എന്താണ്? ലോകത്തിന് ഇതെല്ലാം എന്താണ് കാണുന്നത് കൊണ്ട് തന്നെ ഇത്തരം പാപങ്ങളെല്ലാം തന്നെ വളരെ എക്സ്പോസ്ഡ് ആണ് ഇന്നത്തെ മീഡിയയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പാപങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവർ പറയുന്നത് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നൊരു വീക്ഷണത്തിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ദൈവം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സഹിക്കുക? അല്ലെങ്കിൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോട് സ്വർഗരാജ്യം ഒരിക്കലും അവകാശമാക്കുകയില്ല എന്നുകൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ 1 കൊരിന്ത്യർ 5:2 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ഈ ദുഷ്കർമ്മം എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തവരെ എന്താണ് നിങ്ങളുടെ ഇടയിൽ നീക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് അങ്ങനെ അതിനെതിരെ നിങ്ങൾക്ക് ഒരു വിഷമം കൂടെ തോന്നുന്നില്ല എന്നാണ്. അതായത് ദൈവത്തിനുണ്ടായ ഒരു വിഷമം എന്താണ്? ദൈവസഭയിലുള്ള മനുഷ്യർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കുക എന്നതാണ്. അതായത് ഈ മനുഷ്യനെ സാത്താനെ ഏൽപ്പിക്കണമെന്നാണ് 5:5 വാക്യം പറയുന്നത്. സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇത് ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കാൻ എല്ലാം അറിഞ്ഞിട്ടും ആ വ്യക്തി തിരഞ്ഞെടുക്കാത്തതിനാൽ എന്താണ്? അവൻ സാത്താൻ ഇരയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൻ ആ പാപത്തിൽ തന്നെ അവന് കൂടുതൽ ശിക്ഷയ്ക്ക് വേണ്ടി സാത്താനെ ഏൽപ്പിക്കണമെന്നാണ്. അങ്ങനെ അവൻ്റെ തീരുമാനങ്ങളുടെ ഫലം അവൻ കൊയ്യട്ടെ എന്നാണ്. അപ്പോൾ സഭയായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം ഒരു വ്യക്തിക്കെതിരെ എതിർക്കുമ്പോൾ എന്താണ്? ആ വ്യക്തി തിരിഞ്ഞു വരപ്പെടുന്നതിന് കാരണമായി തീരുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശ്വസ്തയോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കാൻ മറക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു തത്വവും മൂല്യമൊക്കെ നോക്കിയാൽ ആദ്യം ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ എന്താണ്? ആദവും ഹവ്വയ്ക്കും ഏദനിൽ സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സാത്താൻ എന്ത് പറഞ്ഞു? അത് കാണാൻ മനോഹരവും ഇത് കഴിപ്പാൻ രുചിയുള്ളതുമായിട്ടാണ് ഹവ്വയോട് പറഞ്ഞത്. ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഹവ്വ നോക്കിയപ്പോൾ എന്താണ്? പഴം വളരെ മനോഹരമായിരുന്നു എന്നാണ്, കഴിക്കാൻ വളരെ രുചിയുള്ളതായിട്ടും അവൾക്ക് തോന്നി. അപ്പോൾ എത്ര മനോഹരമാണെങ്കിലും അനുവദിക്കാത്ത ഒരു സാധനം ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അനുവദിക്കാത്ത ഒരു ഫലം കഴിച്ചതിലൂടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ലോകത്തിലേക്ക് മുഴുവൻ എന്ത് ചെയ്തു? ആദാവും ഹവ്വയും പാപത്തെ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം ധാരാളം അനുവദിച്ചിരുന്നു, പക്ഷേ അനുവദിക്കാത്തൊരു കാര്യം ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. ശരിക്കും എന്താണ്? ഇത്തരം പാപങ്ങൾ ചെയ്യുന്ന എന്താണ്? ദൈവം
നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ആദാമിൽ നിന്ന് ദൈവം ഒരു സ്ത്രീയെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ, ഒരുപാട് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിനറിയാം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനെ നിലനിർത്തേണ്ടത്, എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, അതെല്ലാം ദൈവം ഭൂമിയിൽ നൽകപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ആവശ്യമായിരുന്നു, ഒരു സ്ത്രീ മാത്രമാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെതിരായുള്ള അനുസരണക്കേട് സാത്താനോടുള്ള അനുസരണമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെയും സാത്താനെ അനുസരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? പാപം ലോകത്തിൽ കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ദൈവത്തോടുള്ള അനുസരണ മനോഭാവം പുലർത്തണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ശിക്ഷണം കൊടുക്കുമ്പോഴും അതിൽ പ്രതിഫലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അനുസരിക്കുക എന്നാണ്. അതിനെതിരായി വരുന്ന എന്തും വളരെ മനോഹരമായിരിക്കാം, ആ ഫലം വളരെ രുചിയേറിയതായിരിക്കാം, എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നതായിരിക്കാം, ലോകത്തിൽ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കാൻ കാണും. എന്തു തന്നെ ആണെന്നാലും ദൈവം അനുവദിക്കാത്തത് നമ്മൾ തൊടാതിരിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം. അത്തരക്കാരോട് എന്താണ്? സംസർഗം അരുത് എന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുതെന്ന് 5:11 വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ദുർനടപ്പുകാരുമായി സ്ഥിരമായി ഒരു ബന്ധം പുലർത്തുന്നത് അവരുടെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതിന് കാരണമായി തീരുകയും നമ്മളും എന്താണ്? പാപത്തിൽ വീണു പോവുകയും ചെയ്യുന്നു എന്നാണ്. എങ്കിൽ വളരെ ശക്തമായ പ്രാർത്ഥനയോടുകൂടെ ഇത്തരക്കാരോട് ഇടപെടുകയും അല്ലെങ്കിൽ ഇവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 5 അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിനാണ് 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അതായത് കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ഇത്തരത്തിന് വേണ്ടി സഭയിൽ നിന്ന് പുറത്താക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഒരു പക്ഷേ ആ വ്യക്തി തിരിഞ്ഞു വരുന്നതിന് കാരണമായി തീരുകയും തെറ്റ് തിരുത്തി വരുന്നതിന് കാരണമായി തീരുകയും അങ്ങനെ എന്താണ്? യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം എന്താണ്? ആ വ്യക്തിക്ക് വളരെ വിലയുള്ളതായി തീരുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപവാദങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും വിശ്വസ്തയോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും ആ വ്യക്തി തിരിച്ചു കൊണ്ടുവരണം, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് എത്തിക്കണം എന്നൊരു ബോധത്തോടും കൂടി ആയിരിക്കണമെന്നാണ് ഞായറാഴ്ചത്തെ ഭാഗത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ കൊരിന്ത്യ സഭയിൽ നടന്നതുപോലെ തന്നെ ഇന്നത്തെ സഭയിലും ഇത് ധാരാളം ഉള്ളതിനാൽ നമുക്കും ഇതെല്ലാം ബാധകമാണ് എന്ന് ഓർക്കേണ്ടതാണ്. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം സഭയുടെ ഐക്യം സംരക്ഷിക്കുന്നു എന്നാണ്. ഇവിടെ 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കി പോകുന്നതാണ്. അപ്പോൾ 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായി 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് എന്താണ്? സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിക്കാത്തവരുടെ അടുക്കൽ നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് പോകേണ്ടതില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകേണ്ടതില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദുർനടപ്പുകാരൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അവൻ നൽകുന്ന വിശദീകരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവൻ്റെ ദുർനടപ്പ് എന്താണ്? ന്യായീകരിക്കപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ധാരാളം ന്യായീകരണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നാലും എന്താണ്? ന്യായങ്ങളൊന്നും ന്യായീകരിക്കപ്പെടുന്നില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. 6-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോവാം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? അപ്പോൾ എന്താണ്? നമ്മുടെ സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ, ഒരു തെറ്റ് തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാത്തവരെയും സഭയെയും സഭയുടെ മൂല്യങ്ങളെയും തത്വങ്ങളെയും കൽപ്പനകളെയും ബഹുമാനിക്കാത്തയും ചെയ്യാത്ത ജാതികളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാൻ പോകേണ്ടതില്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അതായത് നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു, അങ്ങനെ ഉണ്ടാകാൻ തന്നെ പാടില്ല.
അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാഞ്ഞത് എന്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും നമ്മൾ ജാതിയുടെ ഇടയിൽ പോകുന്നതിനെക്കാട്ടി എന്ത് ചെയ്യണം, നമ്മളത് സഹിച്ച് ആ അന്യായം സഹിച്ചു കൊള്ളുകയും ദൈവം വരുന്ന നാളിൽ നമുക്ക് പ്രതിഫലം തീർച്ചയായും കിട്ടുമെന്നൊരു വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ 9-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് അന്യായം ചെയ്യുന്ന? ആരും തന്നെ. ഇതെല്ലാം എന്താണ് അന്യായമായിട്ട് കാണുന്നുണ്ടല്ലേ? ഇതെല്ലാം നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. അപ്പം ശരീരത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളാണ് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, വിഗ്രഹാരാധികളും ഉണ്ട്, അതിന് തന്നെ ഉണ്ട്. സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചു പറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 11-ാം വാക്യം ഇങ്ങനെ കാണുന്നു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം എന്തുകൊണ്ട് നമ്മളിതെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്ന് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്ന ആൾക്കാരും ഈ തെറ്റുകളൊക്കെ ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം ക്ഷമ പറഞ്ഞ് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളെ അനുസരിക്കുന്നവരുമാകിയാൽ നമ്മൾ ഇതിനെ ഒഴിഞ്ഞിരിക്കണം എന്ന് കാണുന്നത്. പക്ഷെ ജാതികളിലേക്ക് നോക്കിയാൽ ഇതെല്ലാം പാപമായിട്ട് യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് അവരുടെ ആ മാതൃക പിന്തുടരുകയോ ഇത്തരം കാര്യങ്ങളിലും സഭയിൽ നടക്കുന്ന മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ അവരെടുത്ത് പോവുകയും ചെയ്യരുത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ പല ദുർനടപ്പും ഇന്ന് ജാതികളിൽ പരക്കി കാണുന്നുണ്ട്. അതിന് അവരൊക്കെ എന്താണ് ഓമന പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം അങ്ങനെ വിളിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ വ്യഭിചാരികൾ ധാരാളമായി കാണുന്നുണ്ട്. സ്വയഭോഗികൾ, പുരുഷകാമി, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ചില ഡോക്ടേഴ്സ് തന്നെ, അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ്, വളരെ സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിത, അതുപോലെ ഡോക്ടർ മനു ജോൺസൺ, ഇവരുടെയൊക്കെ വീഡിയോയിൽ സ്ട്രെസ്സ് മാറ്റുന്നതിന് വേണ്ടി ഉള്ള പരിഹാരത്തിന് അവർ കൊടുത്ത ഒരു മാർഗമാണ്. പല കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നു. അതിലൊരു മാർഗം കൂടെയാണ് എന്താണ്, സ്വയംഭോഗം ചെയ്യുന്നത് സ്ട്രെസ്സ് മാറ്റാൻ സഹായിക്കുന്നതാണ് എന്ന് ഇവരുടെ വീഡിയോകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് കുറച്ച് നാൾക്ക് മുമ്പ് കേട്ടൊരു കാര്യമാണ്. പക്ഷെ ഇതെന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. അത് ദൈവം പാപം എന്ന് പറയുന്നൊരു കാര്യം. അതിൽ ഡോക്ടർ മനോ ജോൺസൺ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് പണ്ട് പല മതങ്ങളിലും വിശ്വസിച്ചിരുന്നു ഇത് തെറ്റാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ തെറ്റാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ അതങ്ങനെയല്ല എന്ന് അദ്ദേഹം, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ്, മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല തെറ്റെന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധ ബൈബിളും ഇത് തെറ്റെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു പക്ഷെ അദ്ദേഹം വായിച്ചു കാണില്ല, എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. യഥാർത്ഥം എന്താണ്, നമ്മുടെ ശരീരത്തിനെതിരെ ചെയ്യുന്ന ഒരു പാപമാണ് അത്. സ്ട്രെസ് മാറ്റാൻ ഒരുപാട് വഴികളുള്ളപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി നമുക്കെല്ലാം എന്താണ്, ഭാരങ്ങൾ വിട്ട് പ്രെയർ ചെയ്ത് സന്തോഷമായിരിക്കാൻ ദൈവം എന്താണ് നമ്മുടെ സകല ഭാരങ്ങളെയും വഹിച്ച് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് അറിയുമ്പോഴും ഇത്തരം പാപങ്ങളിൽ കൂടെ, അതായത് ഇപ്പോഴും പലപ്പോഴും കാണുന്ന ഈ പാപങ്ങളെല്ലാം ഇങ്ങനെ പെരുകുന്നതിന് ഒരു കാര്യം എന്താണ്, എല്ലാവരും സ്വാർത്ഥരാണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പാപം ചെയ്തിട്ടാണ് സന്തോഷം ലഭിക്കുന്നതെങ്കിലും അവരത് കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഒരു പാപമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥം എന്താണ്, ഇതെല്ലാം ദൈവത്തിനെതിരായ പാപങ്ങൾ തന്നെയാണ്, ഇതെല്ലാം അന്യായം തന്നെയാണ്, ഇതെല്ലാം ദുർനടപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, ഇത്തരം ജാതികൾ കാണുന്ന പാപങ്ങൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. ആവർത്തന പുസ്തകം 22 മുതൽ 24 വരെ ഉള്ള വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൗലോസിൻ്റെ രീതി എത്രമാത്രം അടിസ്ഥാനമുള്ള, തിരുവെഴുത്തുകൾ എത്രമാത്രം അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, ആവർത്തനത്തിൽ മോശ പറഞ്ഞിരിക്കുന്നതാണ്,
അവരെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊന്നും നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല, തെറ്റെന്ന് തന്നെ പറയേണ്ടതാണ് എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്തു സമാനമായ ഒരു ന്യായവിധി നടത്തുകയും ലൗകിക മാനദണ്ഡങ്ങളിൽ നിന്ന് സ്വയം വേറിട്ട് നിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്നുകൂടെ നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. താഴത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തെ ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ പൗലോസ് ലൈംഗിക പാപങ്ങളെ വിഗ്രഹാരാധന, മോഷണം, അത്യാഗ്രഹം, പിടിച്ചുപറി തുടങ്ങിയ മറ്റ് പാപങ്ങളുടെ കൂട്ടത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ വിഗ്രഹാരാധന, മോഷണം, അത്യാഗ്രഹം, പിടിച്ചുപറി എല്ലാം തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് ലൈംഗിക പാപങ്ങളെയും ശരീരത്തിനെതിരായി ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും പെടുത്തിയിരിക്കുന്നതെന്ന് കാണും. അത് എന്തുകൊണ്ടാണ് എന്ന് ആണ് ഇവിടുത്തെ ചോദ്യം. ശരിക്കും ഉത്തരത്തിന് നമ്മൾ മനഃപാഠവാക്യത്തിലേക്ക് പോയാൽ മാത്രം മതി. എന്താണ്? ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ശരീരം. അവിടെ എന്ത് വസിക്കേണ്ടതാണ്? പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു സ്ഥലത്ത് എന്താണ്? അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വരാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമെന്നാണ്. ശരിക്കും ഒരിക്കലും വെളിച്ചത്തിൽ അന്ധകാരമില്ല, അന്ധകാരത്തിൽ വെളിച്ചമില്ല. ഇത് രണ്ടും എന്താണ്? വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക പാപങ്ങളെല്ലാം ദൈവത്തിന് എതിരായ പാപങ്ങൾ ആണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം പാപങ്ങളെല്ലാം എന്താണ്? ന്യായവിധി നാഥിൽ ദൈവം ശിക്ഷ വിധിക്കുന്നതാണ് എന്നും നമ്മൾ ഓർക്കണം. അപ്പോൾ ലോകത്തിൽ ഇങ്ങനെ പല അഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് കൂടെ ഓർക്കണം. അപ്പോൾ ലോകത്തിൽ ഇങ്ങനെ പല പാപങ്ങളും ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ അടിസ്ഥാനപ്പെടുത്തി ഇത് ദൈവം തന്ന വിശുദ്ധ മന്ദിരമായ ശരീരത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങളാകിയാൽ നമ്മൾ ഓരോരുത്തരും ഒഴിഞ്ഞിരിക്കേണ്ടതാണ് എന്നുകൂടെ ഈ ഭാഗത്തിലൂടെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ദുർനടപ്പിനുള്ള പ്രതിവിധി എന്നാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ താന്താനെ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെയല്ല, കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിനും മാനത്തിനും താന്താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. 7-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു: ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെ തന്നെ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിശുദ്ധീകരണവും ദുർനടപ്പിനും നിന്നും വിട്ടകലിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങൾ ശരിക്കും നമ്മൾ പറയുന്നത്. അതായത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താണ്? ദുർമാർഗമൊന്നുമല്ല, ശുദ്ധീകരണമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ സകലവിധ ദുർനടപ്പും വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികൾ ചെയ്യുന്നത് പോലെ എന്താണ്? ജീവിക്കാൻ പാടില്ല. ശുദ്ധീകരിക്കുന്ന രീതിയിലൂടെ, അതായത് അറിഞ്ഞ സത്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം. ജാതികളെ പോലെ കാമവികാരത്തിലല്ല ജീവിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ, വയറ് ഭക്ഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ശരീരം ദുർനടപ്പിന് വേണ്ടിയും ദുർനടപ്പ് ശരീരത്തിന് വേണ്ടിയുമാണെന്ന് വാദിക്കുന്നതായിട്ട് അവർ കൊരിന്ത് സഭയിലുള്ളവർ വായിച്ചതായിട്ട് കാണുന്നു. ശരിക്കും അതാണ് പലപ്പോഴും ഇത് ഒരു വളരെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന, നമ്മൾ പുറത്ത് ക്ലാസ് എടുക്കുന്ന പല വ്യക്തികളെ നോക്കിയാലും, ജാതികളായ വ്യക്തികളെ നോക്കിയാൽ അവർ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് അന്ന് ആ വീഡിയോയിൽ ഡോക്ടർ മനോജ് ജോൺസണും പറഞ്ഞ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ വെള്ളം ദാഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വിശക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം കഴിക്കുന്നുണ്ട്. അതുപോലൊരു ആവശ്യം മാത്രമാണ് ഈ ലൈംഗിക ആവശ്യം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ശരിക്കും എന്താണ് നടക്കുന്നത്? വയറ്, ഈ ഒരു പ്രശ്നം അന്നത്തെ സഭയിലുണ്ടായിരുന്നു. വയറ് ഭക്ഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ശരീരം ദുർനടപ്പിന് വേണ്ടി എന്ന് വാദിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ. ശരിക്കും എന്താണ്? നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ശുദ്ധീകരണമായിരിക്കാൽ ഇത്തരം ആഹാരവും വെള്ളത്തിനോടൊപ്പം തന്നെ ആഹാരം കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ യഥാർത്ഥത്തിൽ എന്താണ്? ദുർനടപ്പ് അല്ല. ദൈവമാണ് നമുക്ക് ആഹാരം എല്ലാം പ്രൊവൈഡ് ചെയ്തത്. ദൈവമാണ് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ എന്താണ്? തുടരുതെന്ന് പറഞ്ഞൊരു ഫലം പറിക്കരുത് എന്ന് തന്നെയാണ് ഹവ്വയോട് ആവശ്യപ്പെട്ടത്. ഹവ്വയ്ക്ക് അവിടെ ധാരാളം ഫലങ്ങൾ നൽകിയിരുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അത് അനുവദിക്കാത്തൊരു ഫലം
കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനുമുള്ളതത്രേ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ അവസ്ഥയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ 18-ാം വാക്യം 1 കൊരിന്ത്യർ 6:18 നോക്കുമ്പോൾ, ദുർനടപ്പ് വിട്ട് ഓടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്നാണ്. അതിന് 16 മുതൽ നോക്കുമ്പോൾ വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. 17-ാം വാക്യം, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവ് ആകുന്നു. അതുകൊണ്ട് എന്താകുന്നു, ദുർനടപ്പ് വിട്ട് ഓടുവിന എന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ. ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ, ഒരു നാളും അരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ഒരിക്കലും എടുത്ത് എന്താണ് ദുർമാർഗത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊരു ബോധ്യം എന്ത് ചെയ്യണം, എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആണ് എന്നുകൂടെ നമ്മൾ, അതായത് സഭയിലുള്ള വളർന്നു വരുന്ന ജനറേഷന് കൂടെ ഇത്തരം കാര്യങ്ങൾ തെറ്റിൽ വീഴാതെ, കാരണം പലപ്പോഴും തെറ്റുകളെല്ലാം എന്താണ് ന്യായീകരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റുകളാണ് എന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. 1 കൊരിന്ത്യർ 6 3 വ്യത്യസ്ത രീതികളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതായത് നാം ആരാണെന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും സ്വാധീനിച്ചിരിക്കുമെന്നാണ്. ഒന്നാമത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മെ തന്നെ കരുകി വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത് എന്താണ്, നാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഇതിനർത്ഥം എന്താണ്, നമ്മൾ എന്താണ് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പാപം ചെയ്യാതിരിക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് എന്താണ്, നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുന്ന ശരീരത്തിൽ അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അത് ദുർനടപ്പ് എപ്പോഴും എന്താണ്, ഒരു ഐക്യത്തിൻ്റെ ലംഘനമാണ് എന്ന് കാണണം. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ലംഘനം. ദൈവത്തിലില്ലാത്തൊരു പ്രവൃത്തി എന്താണ്, സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് പാപം ചെയ്ത നമ്മളെ കൂടെ രക്ഷിക്കാനായിട്ട് ക്രൂശിൽ മരിച്ചത് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ ഹൃദയത്തിൽ കർത്താവായ യേശു എന്ന പ്രകാശത്തെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ലൈംഗിക പാപങ്ങൾ മനുഷ്യരാശിയുടെ മേൽ വരുത്തി വെച്ചിരിക്കുന്ന നാശത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കണമെന്നതിനെ പറ്റി ഇത് നമ്മോട് എന്താണ് പറയുന്നത് എന്നാണ്. അപ്പോൾ എന്താണ്, ഈ ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളാണ് ഇത്തരം, ശരീരത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളെല്ലാം ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളാണെന്നുള്ള ഒരു മനോബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് കൂടെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുന്നു. അതിനാൽ എന്താണ്, ഇത്തരം പാപങ്ങൾ ഒരുപാട് നാശം, ഒരുപാട് കുടുംബങ്ങൾ എന്താണ് ഒറ്റപ്പെടുത്തിയിട്ടുള്ള പാപങ്ങളാണ്, ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ട് പോയുള്ള പാപങ്ങളാണ്, ഒരുപാട് മനുഷ്യൻ നഷ്ടപ്പെട്ട പാപങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു സഭ എന്ന നിലയിൽ ഇത്തരം പാപങ്ങളുണ്ടെങ്കിൽ ഇതിനെതിരെ സഭ ഒരു നിലപാട് പുലർത്തേണ്ടതാണ്. അത്തരം പാപങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് എന്നുകൂടെ ഈ ഭാഗങ്ങളിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ദുർനടപ്പിനുള്ള പ്രതിനിധി എന്താണ്, നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലാണ് ജീവിക്കേണ്ടതെന്നും നമ്മുടെ ശരീരങ്ങളെല്ലാം ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് ഓർത്ത് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ദുർനടപ്പ് വിട്ട് ഓടേണ്ടതാണ് എന്ന് ഇന്നത്തെ ഭാഗത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വിവാഹവും ഏകാകിത്വവും എന്നാണ് വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 6:19 മുതലുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നാണ് നമ്മുടെ മനപ്പാഠവാക്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായ പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് ദാനം തന്ന പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന മന്ദിരമാകുന്നു. അതുകൊണ്ട് എന്താണ്, നമ്മൾക്കുള്ളവരല്ല, നമ്മൾ എന്താണ്, ആർക്കുള്ളവരാണ്? യേശുവിനുള്ളവരാണ് എന്നൊരു ബോധ്യം നമുക്ക് ഓരോ പാപത്തിന് തയ്യാറെടുക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ബോധ്യം എന്താണ്, നമ്മൾ പാപം ചെയ്യുന്നതിൽ നിന്ന് ഉറപ്പായിട്ടും പിന്തിരിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ 7:9 വാക്യം നോക്കുമ്പോൾ ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം കഴിക്കട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ 7ാമത്തെ ഭാഗത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് 2ാം വാക്യം ഇങ്ങനെ കാണുന്നു. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടത് ചെയ്തിരിക്കട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കുള്ള ഭർത്താവിന് അത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ലേ ഭാര്യയ്ക്ക് എത്ര അധികാരമുള്ളതല്ല. ഇത് അധികാരമുള്ളത് ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. 8ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും പറയാനുള്ളത്, അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം, എങ്കിലും ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് എന്ന് കാണുന്നു. വിവാഹം കഴിഞ്ഞവരോടല്ല ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് അവരെന്താണ്, പിരിയരുത് എന്ന് അവിടെ കാണുന്നുണ്ട്. പിരിയുമെങ്കിലോ അടുത്ത് വിവാഹം കൂടാതെ കഴിയണമെന്നും ഇവിടെ കാണുന്നു. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയും അരുത് എന്നും കാണുന്നുണ്ട്. ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരൻ അവിശ്വാസിയ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത് എന്ന് നമ്മൾ കാണുന്നു. ഈ അധ്യായം മുഴുവൻ എല്ലാവരും വായിച്ചു നോക്കേണ്ടതാണ്. ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിൽ 7ാമത്തെ അധ്യായം 9ാം വാക്യം കൊടുത്തിന് ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കണമെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കുന്നത് എന്താണ്? ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നതിന് കാരണമാണ്. അപ്പോൾ ഇന്ദ്രിയ ജയം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അല്ല, നമ്മൾ എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കൂടെയാണ്. പലപ്പോഴും ഇന്ന് ഇന്ദ്രിയ ജയം ഇല്ലാത്തതിനാൽ ഒരുപാട് പാപങ്ങൾ ജാതികൾ കാണുന്നു. ഇതിൽ പലതും സഭയ്ക്ക് ഇടയ്ക്കും കാണുന്നുണ്ട്, സഭയ്ക്കുള്ളിലും കാണുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. അപ്പോൾ നമുക്ക് ഇന്ദ്രിയ ജയത്തിന് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ദുർനടപ്പ് വിട്ടോടുവിൻ എന്ന കൽപ്പന എങ്ങനെ പ്രായോഗികമാക്കാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ദുർനടപ്പ് വിട്ടോടുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു വ്യക്തി ആരാണ്? യോസഫാണ്. യോസഫിന് പോത്തിഫറിൻ്റെ ഭാര്യ പിടിച്ചപ്പോഴത്തേക്ക് ആ ഒരു ദുർനടപ്പ്, അതായത് ദൈവത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെതിരെയും ഒരു പാപം ചെയ്യാൻ തയ്യാറാകാതെ എന്ത് ചെയ്തുകൊണ്ട് അവളെ വിട്ടിട്ട് ആ കോട്ട് കൂടെ വിട്ടിട്ട് ഓടിയൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദുർനടപ്പ് വിട്ട് ഓടുവിൻ എന്നാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും എന്താണ് ഇത് ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്, അല്ലേ? എന്താണ് ഇത്തരം പാപങ്ങൾ ചോദ്യം ചെയ്താലോ കാണിക്കുകയോ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? അവർ ജാതികൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം എന്ത് കുഴപ്പം? അതായത് സത്യത്തെ അനുസരിക്കും നമ്മൾ ഒരിക്കലും എന്താണ് നമ്മളൊരു പാപത്തെ റാഷണലൈസ് ചെയ്യാൻ പാടില്ല എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് ശരിക്കും എന്താണ് അങ്ങനെ ഓടാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ പാപത്തെ സ്നേഹിക്കുന്നു എന്നാണ്. സോ വി കനോട്ട് റൺ മീൻസ് വി ലവ് ദ സിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അത്രയും അധികം പാപത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാപം വിട്ട് ഓടാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ കാണണം എന്ന് ഓർക്കണം. അപ്പോൾ പാപം വിട്ട് ഓടാൻ തയ്യാറായില്ലെങ്കിൽ നാശം സംഭവിക്കും. നമ്മൾ ദൈവത്തെക്കാൾ ആരെയും അധികം സ്നേഹിക്കാൻ പാടില്ല എന്ന് ആരുടെ സ്റ്റോറിയിലും പഠിച്ചിട്ടുണ്ട്. ലോത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലോകത്തിൽ
ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിട്ടോടാൻ തുനിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ഉപ്പ് തൂണായി പോയിന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, സോദോം ഗോമോറയിൽ ഓടാൻ അവൾ മനസ്സാക്കാത്തതിനാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ എന്താണ്, ഓടിയപ്പോൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഒരു അനുസരണക്കേടിൻ്റെ ഫലം ചെറുതല്ല എന്ന് ഓരോ കഥകളിലൂടെയും ഓരോ ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ശരിക്കും നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചികരമായ ഫലം എവിടെ ഉണ്ടായിരുന്നു, ഏദനിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഈ ഏദനിലുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആദാവും ഹമ്മയെടുത്ത് അതിനെന്ത് നോ പറയാനാണ് യഥാർത്ഥത്തിൽ ആര് പറഞ്ഞിരുന്നത്, ദൈവം പറഞ്ഞിരുന്നത്. പക്ഷേ എന്ത് ചെയ്ത്, ഒരു നോ എന്നൊരു ബൗണ്ടറി പറയാതെ അത് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ മരണമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അവർ നോ പറയാത്തതിനാൽ അവർ ദൈവത്തെ അനുസരിക്കാത്തതായി തീർന്നു. അത് മുഖാന്തരം എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, മരണം വിളിച്ചു വരുത്തിയതായിട്ട്, ലോകത്തിന് മുഴുവനും മരണം വിളിച്ചു വരുത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നോ എന്ന ബൗണ്ടറി ഒരിക്കലും ക്രോസ് ചെയ്യാതിരിക്കുക എന്നാണ്. ഈവൻ തിരമാലകൾക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട് ദൈവം, കടലിലെ തിരമാലകൾക്ക് പോലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, അതിര് തിരിച്ചിരിക്കുന്നതായിട്ടാണ്. എപ്പോഴൊക്കെ അത് അതിര് കടന്നു വരുന്നു അപ്പോഴെന്ത് സംഭവിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, നാശം വിതയ്ക്കുന്നതായിട്ട് കാണുന്നു. സുനാമി തന്നെ അതിന് വളരെ വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഒരു ബൗണ്ടറി, ദൈവം തന്നിരിക്കുന്ന ഒരു ബൗണ്ടറി ഒരിക്കലും ക്രോസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നതും ക്രോസ് ചെയ്യുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ആയിരിക്കും എന്നുള്ളതാണ് അതിൽ വരുന്നൊരു കാര്യം. അതുകൊണ്ട് ദൈവമല്ല അതിൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കാതാവുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ തിക്തഫലങ്ങളെല്ലാം കൃത്യമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുകൂടെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം വെച്ച ഒരു ബൗണ്ടറിയെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ദൈവം വെച്ച ഒരു ബൗണ്ടറി എന്താണ്, ആദാമിന് ഹവ്വയെ സൃഷ്ടിച്ചു. ഒരു വ്യക്തിക്ക്, അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയെ നൽകി എന്നൊരു ബൗണ്ടറി നമ്മൾ ബൈബിൾ ഉടനീളം കാണുന്നു, സൃഷ്ടിപ്പിൽ നമ്മളത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി ആരും ക്രോസ് ചെയ്യാതിരിക്കുക. ക്രോസ് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു, ദൈവമല്ല ദുഃഖിക്കുന്നത്, ക്രോസ് ചെയ്യുന്ന വ്യക്തികളും കുടുംബങ്ങളും അവരടങ്ങുന്ന സമൂഹവും ഒക്കെ ആയിരിക്കും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുകൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊരിന്ത്യ സഭയിലുള്ള ഒരു പാപം അന്ത്യകാലത്തിന് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി ഒരുങ്ങുന്ന നമുക്കും ഒരുപോലെ അതിനോട് എങ്ങനെ നമ്മൾ അതിനോടെടുക്കാനുള്ള നടപടി എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ 7-ാം അധ്യായത്തിലെ സാരാംശത്തെ, 7-ാം അധ്യായം നമ്മൾ മുഴുവൻ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സാരാംശം ശരിക്കും എന്താണ്, ദൈവം ലൈംഗികതയെ ഉളവാക്കി, പക്ഷേ അത് വിവാഹത്തിലൂടെ മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. ലൈംഗികത എന്നത് സ്ത്രീ പുരുഷ വിവാഹത്തിലുള്ളവർക്ക് മാത്രമുള്ള വേദപുസ്തകത്തിൽ അനുവദിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരേ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതിലൊഴികെ വരുന്ന എല്ലാ റിലേഷനും എന്താണ്, ദുർനടപ്പാണ്. അപ്പോൾ വിവാഹബന്ധത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാരൊഴിച്ച് ഇതിൽ കഴിഞ്ഞു വരുന്ന എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ലൈംഗിക ബന്ധങ്ങളെയും ദൈവത്തിന് ഒരു വേർഡേ ഉള്ളൂ, അതെന്താണ്, ദുർനടപ്പ് ആണ്. അപ്പോൾ എന്താണ്, 7-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് എന്നുകൂടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ ഒരു സഭ എന്ന നിലയിൽ, വേദാശത്തെ ഭാഗത്തിലെ ക്വസ്റ്റ്യൻ, ഒരു സഭ എന്ന നിലയിൽ സംസ്കാരത്തിൽ ആധിപത്യം പുലർത്തുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള വികലമായ വീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാനാകും എന്നാണ് ഇന്നത്തെ ചോദ്യം. ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ കാണുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാനാകുമെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ദ്രിയ ജയം തരണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോൾ പല പാപങ്ങളും എന്താണ്, വളരെ എക്സ്പോസ്ഡ് ആണ്. അവർ കാണുന്ന മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യവും നമ്മളും കാണുന്നതും കാണാൻ വേണ്ടി ഇരുന്നാലും സംഭവിക്കുന്നത് എന്താണ്, ദൈവത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയ ജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഇത്തരം കാര്യങ്ങൾ എന്താണ്, പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമത്, പാപത്തിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ ഒഴിഞ്ഞിരിക്കുകയും വേണമെന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ എന്താണ്, സ്വർഗത്തിൻ്റെ നിയമങ്ങൾ ഭൂമിയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ നിയമങ്ങൾ സ്വർഗത്തിൽ മാത്രം പാലിക്കപ്പെട്ടാൽ പോരാ, ഭൂമിയിൽ നമ്മൾ സ്വർഗത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിലാണ് അവിടുത്തെ പൗരനാകാൻ നമുക്ക് കഴിയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗം കൂടുതൽ ചിന്തയിലെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ സിസ്റ്റർ വൈറ്റ് എഴുതിയ മാനുസ്ക്രിപ്റ്റുകൾ 1888 ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൈവം നമ്മെ
തൻ്റെ ഉന്നതവും നിർമ്മലവുമായ സ്വർഗീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കുന്നു. ഈ ലക്ഷ്യത്തിനായി അവിടുത്തെ ആത്മാവ് നിരന്തരം നമ്മോടൊപ്പം പോരാടുന്നു. നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ അവയിൽ ധാർമ്മിക മരണത്തിൻ്റെ വിത്തുകൾ ഉണ്ട് എന്നാണ്. ഇത് വളരെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു പാരഗ്രാഫാണ്. ദൈവം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്നതവും നിർമ്മലവുമായ സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ. അപ്പോൾ സ്വർഗത്തിൻ്റെ പൗരനായി എടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. അപ്പം അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ എന്താണ് പരിശീലിപ്പിക്കുന്നത്, ശ്രമിക്കുന്നതും എന്നാണ്. അപ്പം ഈ ലക്ഷ്യത്താൽ എന്താണ് ദൈവം നമ്മോടൊപ്പം നിരന്തരം നമ്മുടെ പരീക്ഷകളിൽ രക്ഷപ്പെടാനായിട്ട് നിരന്തരം പോരാടുന്നു എന്നാണ്. അതായത് സാത്താൻ നമ്മളെ ഓരോ തവണ തെറ്റിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം നമ്മെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഓർക്കണം. നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ ഒരു പക്ഷെ തെറ്റിലേക്ക് നയിക്കുന്നതായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ തിരുത്തപ്പെടണം എന്നാണ്. തിരുത്തപ്പെടുന്നില്ലെങ്കിൽ എന്താണ് ധാർമ്മിക മരണത്തിൻ്റെ വിത്തുകൾ എന്താണ്. അപ്പോൾ ആ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിനാൽ എന്താണ് നമ്മൾ തീർച്ചയായിട്ടും ആദാവും ഹവ്വയും മരണം കൊണ്ടുവന്നതുപോലെ എന്ത് സംഭവിക്കുന്നുണ്ട്? മരണം തന്നെ നമ്മൾ നിത്യമരണം കൊയ്യുന്നതിന് കാരണമായി തീരുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ, ഒരു ചോദ്യം നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം. കൊരിന്ത്യയിലെ പല വിശ്വാസികളും, ഒന്നാമത്തെ ചോദ്യം, കൊരിന്ത്യയിലെ പല വിശ്വാസികളും സാംസ്കാരിക അംഗീകാരം നേടുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് ഇന്നും നമ്മൾ വ്യത്യസ്തരല്ല, അതുകൊണ്ടാണ് ഈ ചോദ്യം നോക്കിപ്പോണേ. അത് ക്രിസ്തീയ വ്യക്തിത്വത്തിന് ഇത്ര അപകടകരമാവുന്നത് എന്തുകൊണ്ട്? അതേ തെറ്റ് വരാതിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പോൾ സാംസ്കാരിക അംഗീകാരം, ഇന്ന് ലോകത്ത് നടക്കുന്ന സംസ്കാരത്തിലുള്ള അംഗീകാരം നേടാനായിട്ട് സഭയിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ടെന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിക്കുമ്പോഴുള്ള കാര്യം എന്ത് പറ്റുന്നുണ്ട്? ഇത് ക്രിസ്തീയ വ്യക്തിത്വത്തിന് എത്ര അപകടകരമാകുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ ദൈവം തന്നെ മുന്നിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സംഭവമേ ഇല്ലാതാകുന്നു എന്നുള്ളത് ഒരേ കാര്യമാണ്. അപ്പം ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല ലൈംഗിക പാപങ്ങളെയും ഓമന പേരിട്ട് വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലിവിങ് ടുഗെദർ, അതുപോലെ ബസ്റ്റീസ്, ഗേ മാരേജ്, അതുപോലെ ലെസ്ബിയൻ കപ്പിൾസ്, ഇങ്ങനെയൊക്കെ പല പാപങ്ങളെ ഓമന പേരിട്ട് വിളിക്കുന്ന ഇന്നത്തെ ലോകത്തിന് പാപമല്ലാതെ കണക്കാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ, അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ലോകത്ത് നമ്മൾ താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിന് ഇത്ര വലിയ ഓമനപ്പേരൊന്നുമില്ല. ദൈവം ഇതിനെല്ലാത്തിനും കൂടെ ഒരു പേരെ വിളിക്കുന്നുള്ളൂ, ഫോർണിക്കേഷൻ, അതായത് ദുർനടപ്പ്, 7ാമത്തെ കൽപ്പനയുടെ, വ്യഭിചാരം ചെയ്യുന്ന കൽപ്പനയുടെ ലംഘനം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വളർന്നു വരുന്ന ജനറേഷന്, അതായത് ഇത് അഡൾട്ടിൻ്റെ ബുക്കാണെങ്കിൽ കൂടെ, ഈ സബ് സ്കൂൾ ലെസൺ അഡൾട്ടിൻ്റെ ബുക്കാണെങ്കിൽ കൂടെ യൂത്ത് മുതൽ 12-13 വയസ്സുള്ള കുട്ടികൾ മുതൽ എന്ത് ചെയ്യണം? ഇത് ശരിക്കും സഭയും അതോടൊപ്പം തന്നെ പാരൻസും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ ആവശ്യകത ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ തന്നെ നിങ്ങൾക്കും നമ്മുടെ സഭയിലും പലരും ഇങ്ങനെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഇതൊരു പാപമല്ലാത്തതായി കണക്കാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവം അനുശാസിക്കുന്ന മോറൽ വാല്യൂസും കൽപ്പനകളും എല്ലാം അവർ മനസ്സിലാക്കി ലിവിങ് ടുഗെദർ തെറ്റാണെന്നും ബസ്റ്റീസൊക്കെ തെറ്റാണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യകത വലുതാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഓർത്തു പോകണം. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ അതേ തെറ്റ് വരാതിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. നമ്മൾ വളർന്നു വരുന്ന ജനറേഷൻ, സ്കൂളിൽ പഠിക്കുന്ന ജനറേഷൻ തൊട്ട് തന്നെ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം. ഒരിക്കലും ദൈവം വെച്ച ഒരു നോ എന്ന ബൗണ്ടറി ക്രോസ് ചെയ്യരുത് എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വരണം. ഒരു പക്ഷേ അവരുടെ കൂട്ടുകാരും അവരുടെ അറിയുന്ന സുഹൃത്തുക്കളും ഒക്കെ ഇത് ചെയ്യുന്നവർ, കാരണം നമ്മൾ ഈ ലോകത്ത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ അഡൾട്ട് സബ് സ്കൂൾ ഇന്നത്തെ പാഠം ശരിക്കും അവർക്ക് കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടതുമാണെന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ജനറേഷനെ കൂടെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന്, അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും ഒരു ജനറേഷനെ കൂടെ സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നുള്ളൂ. നമ്മൾ ഓർക്കണം, ദൈവം ശരിക്കും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും യോസഫിനെ പോലെ ദുർനടപ്പ് വിട്ട് ഓടേണ്ടതിന് സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പാഠം ശരിക്കും ഒരുപാട് തെറ്റുകളൊക്കെ
തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഓരോ വ്യക്തികളെയും സഹായിക്കേണ്ടതിന് ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരത്തെ ഒരുക്കിയിരിക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ പ്രിയ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവേ, ഒരു നിമിഷം ഞങ്ങളെ തന്നെ തിരികരങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു കർത്താവേ. ലോകത്തിൻ്റെ പാവമായിട്ട് ഞങ്ങൾ ഒരിക്കലും യോജിച്ചു പോകാതിരിക്കേണ്ടതിന് സഹായിക്കണേ. നോഹയുടെ കാലഘട്ടം പോലെ തന്നെ വഷളത്വം നിറഞ്ഞൊരു ലോകത്തിൽ, എല്ലാ അധാർമികതകളും നിറഞ്ഞൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കർത്താവേ. പക്ഷെ ഞങ്ങൾ ആ പാപത്തോട് ഒരിക്കലും ചേരാതെ ജീവിക്കേണ്ട ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ, ഒരു ശേഷിപ്പായ ജനത്തെ തയ്യാറെടുക്കുന്ന ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോ ദിവസവും ദിനംതോറും അവിടെ നടത്തുമാറാണ്. ഇന്ദ്രിയജയം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മൾ എന്ത് തന്നെ കണ്ടാലും കേട്ടാലും ദൈവത്തിൻ്റെ നിയമങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിക്കൊണ്ട് ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമീൻ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.